അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, പ്രസ്ഥാന ബന്ധുക്കളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മഹത്തായ ആശയങ്ങൾ, ഇസ്ലാമിൻ്റെ തനതായ ശബ്ദം, കർമ്മശാസ്ത്രത്തിൻ്റെ കൃത്യമായ വഴി, ഇതെല്ലാം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നമ്മുടെ രണ്ട് പ്രസിദ്ധീകരണങ്ങളാണ് നുസ്രത്തുൽ അനാം മലയാള മാസികയും ബുൽബുൽ മാസികയും. 1969 ആരംഭിച്ച നുസ്രത്തുൽ അനാം മാസിക ഈ കഴിഞ്ഞ 2023 വരെ പുറത്തിറങ്ങി. അതേപോലെ 1992 ആരംഭിച്ച ബുൽബുൽ മാസിക 30 വർഷവും ഇവിടെ മുടക്കമില്ലാതെ പുറത്തിറങ്ങുകയുണ്ടായി. ഇത് രണ്ടും നമ്മുടെ ശബ്ദങ്ങളായിരുന്നു. ധീരമായി കേരളീയ സമൂഹത്തിൽ ഇടപെട്ട രണ്ട് പത്രികകൾ. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി നുസ്രത്തുൽ അനാമിനും ബുൽബുലിനും കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂസ് പേപ്പർ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം പുറത്തിറക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വന്നു. ഇന്നും ഇന്നലെയും ഉണ്ടായ ഒരു കാരണമല്ല. മഹാനായ ശൈഖുന താജുൽ ഉലമായുടെ മുഖ്യ പത്രാധിപ സ്ഥാനത്തിൽ പുറത്തിറങ്ങിയിരുന്ന ആ മാസികയിൽ പത്രാധിപരായും പ്രിൻ്ററായും പബ്ലിഷറായും പേര് രജിസ്റ്റർ ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ടവരാണ്. അവരുടെ വഫാത്തിന് ശേഷം 1985 പുതിയ പത്രാധിപരായി ബഹുമാനപ്പെട്ട ശൈഖുൽ ഉലമ NK ഉസ്താദ് അവറുകളെ തിരഞ്ഞെടുക്കുകയും പ്രിൻ്ററും പബ്ലിഷറുമായി ഈ ഉള്ളവനെ നിശ്ചയിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് നുസ്രത്തുൽ അനാമിൻ്റെ പ്രസിദ്ധീകരണവും രജിസ്ട്രേഷനും പുനഃക്രമീകരിക്കുകയും ക്ലിയറാക്കുകയും ചെയ്തു. അന്നത്തെ കാലത്ത് മലപ്പുറം കലക്ടറേറ്റിലാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. കലക്ടറേറ്റിൽ അപേക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ടതൊക്കെ കിട്ടുകയും ഡൽഹിയിലെ രജിസ്ട്രേഷൻ ചെയ്തതായി അറിയിക്കുകയും ചെയ്യുന്ന രീതിയാണ് അന്നുള്ളത്. ബഹുമാനപ്പെട്ട NK ഉസ്താദ് അവറുകൾ അതിനുശേഷം നുസ്രത്തിൻ്റെ പത്രാധിപ സ്ഥാനം വഹിക്കുകയും ആ പേരിൽ മാസിക പുറത്തിറങ്ങുകയും ചെയ്തു. പത്രാധിപരുടെ പ്രസിഡൻ്റ് എഡിറ്റർ എന്ന നിലക്കുള്ള കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നപ്പോഴും മുഖ്യ പത്രാധിപരും രജിസ്ട്രേഷനിൽ പത്രാധിപരും ബഹുമാനപ്പെട്ടവർ തന്നെയായിരുന്നു. പക്ഷേ ഈ വിവരമാണ് ന്യൂസ് പേപ്പർ രജിസ്ട്രേഷൻ്റെ ഡൽഹിയിലെ കേന്ദ്രത്തിൽ എത്തിയില്ലെന്ന പേരിൽ നുസ്രത്തുൽ അനാമിനെ പ്രസിദ്ധീകരിക്കുന്നതിന് വിലക്കേർപ്പെടുത്താൻ ന്യായമായി പറഞ്ഞത്. ഇപ്പോഴും അവിടുത്തെ രജിസ്റ്ററിൽ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമായുടെ നാമമാണ് അവിടെ പത്രാധിപരും പ്രിൻ്ററും പബ്ലിഷറുമായി ഉള്ളത്. അത് മാറ്റിയിട്ടില്ല. അതിൽ നമ്മൾ വീഴ്ച വരുത്തി എന്നാണ് പറയുന്നത്. ബുൽബുൽ മാസികയാവട്ടെ അങ്ങനെ ഒരു മാസിക തന്നെ ന്യൂസ് പേപ്പർ രജിസ്ട്രേഷൻ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പ്രത്യേകമായി നമുക്കറിയിപ്പ് ലഭിച്ചത്. 30 വർഷക്കാലം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ട് ന്യൂസ് പേപ്പർ രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്നുള്ള കത്തുകളും ഡൽഹി കേന്ദ്രങ്ങളിൽ നിന്നും പത്രമാസികകൾക്ക് സാധാരണ അയക്കുന്ന എഴുത്തുകുത്തുകളുമെല്ലാം 30 വർഷക്കാലം നടന്ന ഒരു പത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടേയില്ല. രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രസിദ്ധീകരണങ്ങളുടെ പേരിലേ ഇല്ല എന്നതാണ് വസ്തുത. ഇവിടെ വാസ്തവത്തിൽ നമ്മൾ നിരപരാധരാണ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആക്ട്, ഈ ആക്ട് ഇതിന് ചട്ടവും അതുപോലത്തെ നിയമങ്ങളുമൊക്കെ വിശദീകരിച്ചെഴുതി ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ പുതിയ കേന്ദ്ര സർക്കാർ 2023 തോന്നുന്നു. അതിനു മുൻപ് ഇത്തരം ചട്ടങ്ങളും നിയമങ്ങളൊന്നുമില്ല. ആ നിയമങ്ങളും ചട്ടങ്ങളും ആവട്ടെ മലപ്പുറം കലക്ടറേറ്റ് മുതൽ നമ്മുടെ കേരളത്തിലെ കലക്ടറേറ്റുകളിലോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലോ ഒന്നും പരിചിതവുമല്ല. ഈ നിലയിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ
നമ്മൾ അതിൻ്റെ വിലക്കുകൾ നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നുസ്രത്തിൻ്റെ പരിശ്രമം അങ്ങേയറ്റം പരിശ്രമിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ വളരെ പ്രതീക്ഷയിലാണ്, ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ്. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ കിട്ടും എന്നാണ് അവർ പറയുന്നത്. അള്ളാഹു അത് പൂർത്തിയാക്കട്ടെ. നമ്മുടെ പ്രതീക്ഷ അള്ളാഹു തആല പുലർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതേസമയം ബുൽബുൽ എന്ന് പറയുന്നതിന് വീണ്ടും രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പേര് മലയാളത്തിലല്ല മറ്റൊരു ഭാഷയിൽ രജിസ്ട്രേഷനിലുണ്ടെന്നും അതുകൊണ്ട് അതിന് അനുമതി നൽകാൻ കഴിയില്ല എന്നും അറിയിപ്പ് വന്നു. രണ്ടും മുടങ്ങിയ പശ്ചാത്തലത്തിലാണ് നമ്മൾ ബുൽബുൽ പത്രിക എന്ന പേരിൽ ഒരു പത്രിക പുറത്തിറക്കിക്കൊണ്ടേയിരിക്കുന്നത്. മാസാന്തം നമ്മൾ ഈ പത്രിക പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശബ്ദം, നമ്മുടെ സംഘത്തിൻ്റെ ശബ്ദം, സത്യാശയങ്ങൾ, സത്യാദർശം ഇതെല്ലാം ഇവിടെ പറയണമല്ലോ. ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടണമല്ലോ. രാഷ്ട്രീയപരമായും സാമൂഹികമായും മതപരമായും കർമ്മശാസ്ത്രപരമായും വിശ്വാസപരമായുമുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മുടേതായ ഇടപെടലുകൾ കേരളീയ സമൂഹത്തിന് ഈ കഴിഞ്ഞ ദശകങ്ങളിലെല്ലാം സുപരിചിതമാണ്. ഇതുകൊണ്ട് തന്നെ തുടരേണ്ടതുള്ളത് അത്യാവശ്യമാണ്. പക്ഷേ സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരാതെ നുസ്രത്തുൽ അനാമും ബുൽബുലും പുറത്തിറക്കാൻ കഴിയില്ല. ബുൽബുൽ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ഇനി നമുക്ക് നടത്താനും പറ്റില്ല. ഇൻഷാ അല്ലാഹ് സുന്നി യുവജന ഫെഡറേഷൻ്റെ മുഖപത്രമായി മറ്റൊരു പേരിൽ പത്രത്തിന് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർത്തിയായാൽ, നിയമം അനുവദിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ മാസിക പ്രത്യക്ഷത്തിൽ തന്നെ പുറത്തിറക്കാൻ കഴിയും. അതുവരെ നമ്മൾ ഈ പത്രിക നിലനിർത്തേണ്ടതുണ്ട്, ബുൽബുൽ പത്രിക. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ബുൽബുൽ പത്രികയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും വരി ചേർന്നത്. എല്ലാവരും അക്കാര്യം വിജയിപ്പിക്കുകയും ചെയ്തു. കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ സംസ്ഥാന തലത്തിൽ തന്നെ ഇതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ പ്രസിദ്ധീകരണത്തിൻ്റെ ക്യാമ്പയിൻ നടത്തുകയാണ്. ഇതുവരെ വരിക്കാരായി ചേർത്തിട്ടുള്ള ആളുകൾ അവരുടെ വരിസംഖ്യ തീരാറായി, അടുത്ത മാസത്തിലായി തീരും. ഇതിനു മുൻപ് തന്നെ ഈ പ്രസിദ്ധീകരണത്തിന് വരി ചേർന്നുകൊണ്ട് ഇതിന് നമ്മൾ ജീവവായു നൽകേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രസിദ്ധീകരണം പത്രിക എന്ന പേരിലെങ്കിലും നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാനോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ നേടാനോ സാധ്യമല്ലെങ്കിലും നടന്നുകൊണ്ടിരിക്കണമല്ലോ. ഇപ്പോഴത്തെ സംവിധാനത്തിൽ അങ്ങോട്ട് എത്തിച്ചുകൊണ്ടും പരമാവധി പ്രവർത്തകന്മാർ കൈമാറിക്കൊണ്ടുമൊക്കെയാണ് അത് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷമങ്ങൾ പലതും അതിലുണ്ട്. കൈമാറാനും വിഷമമുണ്ട്, കൈമാറപ്പെടുന്നവർക്ക് കിട്ടാനും വിഷമമുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ ഇങ്ങനൊരു പ്രസിദ്ധീകരണം നിലനിൽക്കണമല്ലോ. മറ്റേതു തരത്തിലുള്ള ഓൺലൈനായ പ്രവർത്തനങ്ങൾ, അതുപോലെ സാധാരണ പ്രസിദ്ധീകരണങ്ങളുടെ പരസ്യമായ പത്രമാധ്യമങ്ങളുടെ രീതിയിലല്ലാത്ത മറ്റേത് മാധ്യമങ്ങളുടെ രീതി നമ്മൾ സ്വീകരിച്ചാലും അതിന് പരിമിതികളുണ്ട്. പത്രമാസികരുടെ രീതിയിൽ ലിഖിതമായി രേഖപ്പെട്ടുകൊണ്ട് പ്രസിദ്ധീകരണങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ മറ്റെപ്പോഴെങ്കിലും അത് ഉപയോഗപ്പെടുത്താനും മറ്റു വിധത്തിൽ അത് കൈമാറ്റപ്പെടുന്ന രീതിയിൽ നിലനിൽക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പത്രിക ഇതുവരെ നമ്മൾ ഇറക്കിയതുപോലെ മാസാന്തം പുറത്തിറക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അത് നടത്തിക്കൊണ്ടുപോകാൻ സാധാരണഗതിയിൽ വരുന്ന അച്ചടി ചെലവുകളും മറ്റും ലഭിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുകയും ഈ ക്യാമ്പയിനിൽ പത്രികയുടെ വരിക്കാരാവുകയും വേണം. നമുക്ക് പ്രസിദ്ധീകരണത്തിൻ്റെ പേരിൽ വന്ന അസൗകര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കുകയും ശൈഖുനാ അവർകൾ സ്ഥാപിച്ച നുസ്രത്തുൽ അനാം പുറത്തിറക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം വരികയും നമ്മുടെ കാലത്തിന് അനുയോജ്യമായി SYFൻ്റെ മുഖപത്രം ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും ഒരു പേരിൽ പുറത്തിറങ്ങുകയും വേണം. അതിന് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വേണം, സഹകരണം വേണം. ഈ ക്യാമ്പയിൻ ഈ മാസം 19-ാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ബുൽബുൽ പത്രികയുടെ പ്രചാരണവും വരിക്കാർ ചേർത്തുകൊണ്ടുമുള്ള ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ പരിശ്രമങ്ങളും നിങ്ങളെല്ലാവരും നടത്തണമെന്നും അതിലെല്ലാവരും സഹകാരികളാകണമെന്നും പ്രവർത്തകന്മാരും ബന്ധപ്പെട്ടവരും വരിക്കാരെ ചേർക്കാൻ വേണ്ടി വരുമ്പോൾ സർവാത്മന അഹമിഹമികയ അതിൽ വരിക്കാരായി ചേർന്നുകൊണ്ട് എല്ലാവരും പ്രത്യേകം ഇതിനെ നിലനിർത്തണമെന്നും നമ്മുടെ ശബ്ദം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ശബ്ദം, സത്യാശയങ്ങളുടെയും സത്യാദർശത്തിൻ്റെയും ശബ്ദം നിലക്കാതിരിക്കാൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധ വെക്കണമെന്നും ദീനിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങളെല്ലാം വിജയിപ്പിക്കട്ടെ.
പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും എല്ലാവിധ ആയുരാരോഗ്യവും ബറക്കത്തും അല്ലാഹു തആല നൽകട്ടെ. നമ്മുടെ പരിശ്രമങ്ങളിലെല്ലാം അല്ലാഹു തആലാൻ്റെ പ്രത്യേക സഹായവും മദതും നമ്മുടെ മശായിഖുമാരുടെ പ്രത്യേക പൊരുത്തങ്ങളും നമ്മുടെ എല്ലാ പരിശ്രമങ്ങളിലും അല്ലാഹു തആല നിലനിർത്തട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.